നമ്മളെ കരച്ചിലും നമ്മുടെ വിഷമങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അത് മറ്റുള്ള ആളുകളെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇത് സംഭവിക്കുമ്പോൾ നമുക്കൊരു ദുരന്തമായി, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വരുമ്പോൾ ഇതൊരു വാർത്ത മാത്രമേ ആവുള്ളായിരുന്നു. പിന്നെ കുറേ പേർക്ക് നമ്മൾ കരഞ്ഞു കിടക്കാഞ്ഞിട്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട്. നമ്മൾ കരയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു മീഡിയേൻ്റെ മുന്നിൽ വരുമ്പോൾ നമ്മളെ കരച്ചിൽ കാണിക്കാൻ നമുക്കാർക്കും. പിന്നെ ചില ആളുകളൊക്കെ നമ്മളെ വായിന്ന് വരുന്ന എന്തെങ്കിലും ഇമോഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അത് ക്രോസ് ചെയ്തിട്ടൊക്കെ പലരും പലതും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും മാനസികമായിട്ട് ഒരു തളർന്നിരുന്നാലും പറയാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഒരമ്മയുടെ വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളെ പറ്റിയിട്ട് നമുക്കൊന്നും ഇപ്പോൾ പറയാനില്ല. അതായത് അതുവരെ അമ്മ പിടിച്ചു നിന്ന് ഇന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൈവിട്ടപ്പോൾ അമ്മ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അമ്മ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. അല്ലാതെ അത് ക്രോസ് ചെയ്ത് അതിൽ വ്ളോഗ് ഉണ്ടാക്കുന്ന ഒരുപാട് വ്ളോഗ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ അയച്ചിരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ചില അമ്മമാർ ചിലപ്പം കിടന്നു വരും. പലരും പല രീതിയിലാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആവണം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. മാനസികാവസ്ഥ ഒരേ മാതിരി ആവില്ല. അമ്മയുടെ അടുത്തിരുന്നത് അമ്മയുടെ സഹോദരിയാണ്. ഇതിനടക്കം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം. അതൊക്കെ ഓരോന്ന് കിട്ടാനായിട്ട് അതെ. അല്ല, ഇതൊക്കെ 1-2 ദിവസം അത് അത്രയേ ഉള്ളൂ. നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത്, മാനസിക സപ്പോർട്ട് എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ അർജുൻ്റെ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേച്ചി ശരിക്കും ഒരുപാട് സങ്കടത്തോടെയാണ് ഈ വീട്ടുകാർ മുഴുവൻ താമസിക്കുന്നതെന്ന് അറിയാം. ചേച്ചിയും അതേപോലെ സിറ്റുവേഷനിലാണ്. എങ്ങനെ ചോദിക്കണം എന്നൊന്നും അറിയില്ല. എന്നാലും ഇപ്പോഴത്തെ ഒരു പുതിയ അപ്ഡേഷൻ എന്താ? ഇപ്പോൾ അവിടെ നടക്കുന്ന വർക്കിൽ നമ്മളെല്ലാവരും പൂർണ്ണ സംതൃപ്തരാണ്. എൻ്റെ ഹസ്ബൻഡാണ് അവിടെ സ്പോട്ടിൽ നിന്ന്, ജിതിൻ എന്ന് പറഞ്ഞ ആൾ അന്ന് മുതൽ അവിടെ ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പുള്ളിക്ക് പ്രവേശനമുണ്ട്. പിന്നെ അവിടുത്തെ സ്ഥലം എം എൽ എ സാറിൻ്റെ ഭയങ്കര സപ്പോർട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സാർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇന്നത്തെ ഒക്കെ തെരച്ചിൽ. പിന്നെ അവിടെ നിൽക്കുന്ന ഇപ്പോൾ എല്ലാ ഫോഴ്സും എല്ലാവർക്കും ഈ ഒരു ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ ഓക്കെയാണ്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ പറഞ്ഞാൽ നമുക്ക് ഇനിയൊരു ആൻസർ കിട്ടണമല്ലോ. വാട്ട് ഹാപ്പൻ ടു ഹിം, അത്ര ഉറപ്പായിട്ടും. അപ്പോൾ ഒരുപാട് തവണ ഫോൺ കോളിൻ്റെത്, അതായത് ആദ്യത്തെ നമ്മൾ എം പിനെ കാണാൻ പോകുന്ന ദിവസം അവൾ ഒരുപാട് തവണ വിളിച്ചപ്പോൾ ഏതോ ഒരു സമയത്ത് റിങ് ചെയ്തു പറഞ്ഞു. പക്ഷെ നമ്മളത് ഓക്കെ അവൻ്റെ വൈഫിനെ സമാധാനിപ്പിക്കാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ കസിൻ അവൻ രാവിലെ തന്നെ വിളിച്ചപ്പം ഒരു വട്ടം ഫുള്ള് റിങ് ചെയ്തു. അവൻ പറഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ഹോപ്പ് വന്നത്. അപ്പോൾ അവൻ പറഞ്ഞത് സ്ഥിരീകരിച്ചു എന്നൊക്കെ സൈബർ സെല്ലാർ പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ള് റിങ് ചെയ്തു. പിന്നീട് അത് ഓഫായി പോയതാണ്. ചേച്ചി പറഞ്ഞപ്പോൾ അത് ചേച്ചിയുടെ തോന്നലായിരിക്കും. ഞങ്ങൾ ഓക്കെ ഓക്കെ അവൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ അവളെ ഇതാക്കി. പക്ഷെ എനിക്കൊക്കെ അവളെപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ആ ഒരു ഇതിൽ വിചാരിച്ചു. പക്ഷേ കസിൻ വിളിച്ചപ്പോൾ അവൻ നല്ല മൈൻഡ് സെറ്റ് വെച്ചിട്ടാണല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാവരും ഇപ്പം അവിടെയാണെന്ന് പറഞ്ഞ് ആ സ്ഥലങ്ങളൊക്കെ നോക്കി എന്താണെന്ന് നമുക്കും മനസ്സിലാവുന്നില്ല. കിട്ടിയതും കേട്ട അറിവുകളും മാത്രമേ ഉള്ളൂ നമുക്കും. അവിടെ വെച്ചിട്ട് അതായത് 8:47 വരെ അവൻ്റെ GPS വർക്കായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവനെ മിസ്സിങ് ആണ്. അന്ന് ആ ഒരു നിമിഷം മുതൽ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവനെ കാണുന്നില്ല. ആ ലോറിയും കാണുന്നില്ല. അത് എവിടെയാണെന്ന് നമുക്ക് ഒരു പിടിയില്ല. എത്ര ദിവസം മുമ്പായിരുന്നു ഈ ഫോൺ റിങ് ചെയ്തിരുന്നത്? റിങ് 16-ാം തീയതി ഇത് സംഭവിച്ചു. 16-ാം തീയതി രാത്രി എല്ലാവരും ഇവിടുന്ന് പോയി. 17 രാവിലെ അവിടെ എത്തി. 18-ാം തീയതി രാത്രിയാണെന്ന് തോന്നുന്നു ഞാൻ MP സാറിൻ്റെ അടുത്ത് ഞങ്ങളെടുത്ത് പോകുന്നത്. 19-ാം തീയതി രാവിലെയാണ് റിങ് ചെയ്തത്. ശരി, 2 തവണയാണ് ഫോൺ റിങ് ചെയ്തതെന്ന് പറഞ്ഞു. ഒന്ന് ചേച്ചി വിളിച്ചപ്പോഴും അവളുടേത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊന്നും അത് നമുക്ക് വലിയ ഹോപ്പില്ല. പക്ഷെ അവൻ വിളിച്ച സമയത്താണ് റിങ് ചെയ്തത്. അപ്പോൾ എന്തുവാ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ കയ്യിലല്ലല്ലോ ഇതൊക്കെ. നമ്മൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ബന്ധപ്പെട്ട അവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. കിട്ടിയിട്ടില്ല, ലൊക്കേഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും കുറച്ചും കൂടി രക്ഷാപ്രവർത്തനം ഊർജിതമായിരുന്നെങ്കിൽ മുൻപേ കിട്ടുമായിരുന്നു. അല്ല, അവിടുത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെയും കൂടി ഒരു ഫെയ്ത്ത് ആയിരിക്കും ഇത്രയും ലാഗിങ് വരാനും. അല്ലെങ്കിൽ
അവിടെയുള്ള ആളുകൾ ഒക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര സജീവമായിട്ടില്ലായിരുന്നു. അത് എല്ലാവരും ഇടപെട്ടതിന് ശേഷമാണ് മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ അതോറിറ്റീസ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് എല്ലാവരുടെ നല്ലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ മൊത്തം ഒരു പ്രഷറും പിന്നെ ഇപ്പോൾ അവിടെയുള്ള ആളുകളും അവിടുത്തെ സ്ഥലം MLA സതീഷ് സെയിൻ സാർ അങ്ങനെ മുന്നിൽ നിന്നിട്ടിപ്പോൾ അന്ന് മീഡിയാസൊക്കെ അറിഞ്ഞ മുതൽ ആ സമയം മുതൽ പുള്ളി അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ നിന്നിട്ടാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഈ ഒരു തെരച്ചിൽ ഒരു പക്ഷേ നേരത്തെ ആയിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും മാനസികമായിട്ട് ഒരു തളർന്നിരുന്നാലും പറയാതിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടുകളൊക്കെ എന്തായാലും ഉണ്ട്. ആ സപ്പോർട്ടും എല്ലാവരും, നമുക്ക് ആരും കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ ചില ആളുകളൊക്കെ നമ്മളെ വായിന്ന് വരുന്ന എന്തെങ്കിലും ഇമോഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അത് ക്രോസ് ചെയ്തിട്ടൊക്കെ പലരും പലതും പറയുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇപ്പോൾ ചെവിക്കൊള്ളാനുള്ള സമയമല്ല. നമുക്ക് അവനെ കണ്ടു കിട്ടുന്നത് വരെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പോരാടി നമ്മൾ നടന്നുകൊണ്ടിരിക്കും. ശരിക്കും അർജുൻ മാത്രമല്ല, എത്ര പേര്, ഒരുപാട് പേര് അവനെ തെരച്ചിൽ നടത്തിയിട്ട് ഇന്നലെയും കൂടി ഒരു സ്ത്രീൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേരെ നമ്മൾ ഇനിയും കിട്ടുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ നമ്മളുണ്ട്. നമ്മളെ പ്രാർത്ഥനയൊക്കെ അവിടെ പെട്ട എല്ലാ ആളുകളെ കൂടിയുണ്ട്. ഈ അർജുൻ ലോറിക്കുള്ളിലാണെങ്കിൽ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യം? ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇനി അവനും ലോറിക്ക് എന്ത് പറ്റി, നമ്മളൊരു അവകാശമാണല്ലോ, നമ്മുടെ ഇവിടുന്ന് പോയ ഒരു കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ളൊരു അവകാശം, വേറെ ഒന്നും നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എല്ലാ പ്രാർത്ഥനയും, അതായത് കേരളക്കാരുടെ മുഴുവൻ പ്രാർത്ഥനയും മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥനയും അവൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസം നമുക്കും ഉണ്ട്. ഇപ്പം ഞാനും വിചാരിക്കുകയാണ് മറ്റ് പല രീതിയിലും മനസ്സ് ഡൈവേർട്ട് ആവുന്നുണ്ട് നമുക്ക്. പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഭാര്യയൊക്കെ, അതായത് നമ്മളായിരുന്നു അവർക്കൊക്കെ ഇത് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ താഴോട്ട് എനിക്ക് ചില സമയത്ത് ആരും ഫേസ് ചെയ്യാനൊന്നും പറ്റുന്നത് പിന്നെ നമ്മൾ രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ബാക്കി ഓരോ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നോക്കുന്ന, മീഡിയാസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് വൈകിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. പിന്നെ അവരൊക്കെ ഞാൻ ഫേസ് ചെയ്ത ഡെല്ലാകുമ്പോൾ അവരും ചോദിക്കും എന്താ പറ്റിയത്, പ്രശ്നമാണോ. അപ്പം ഇത്രയും ദിവസം അങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് പിന്നെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായി തുടങ്ങി കാണും. പിന്നെ നമുക്ക് ഇത് സംഭവിക്കുമ്പോൾ നമുക്കൊരു ദുരന്തമായി, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വരുമ്പോൾ ഇതൊരു വാർത്ത മാത്രമേ ആവുള്ളായിരുന്നു. അപ്പോൾ കാണുന്നവർക്ക് ഇതൊരു വാർത്ത മാത്രമായിരിക്കും, അനുഭവിക്കുന്നവരായിരിക്കും അതെ. പിന്നെ കുറേ പേർക്ക് നമ്മൾ കരഞ്ഞു കിടക്കാഞ്ഞിട്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട്. നമ്മൾ കരയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു മീഡിയേൻ്റെ മുന്നിൽ വരുമ്പോൾ നമ്മളെ കരച്ചിൽ കാണിക്കാൻ നമുക്ക് ആർക്കും സത്യം ഒരുപാട് പേര് നോക്കുന്നത് അതാണ്. എന്തുകൊണ്ടായിരിക്കും ഇവർ കരയാത്തത്, ഇവർക്ക് സങ്കടമില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പുറത്ത് വരുന്നത്. പക്ഷേ നമ്മളെ കരച്ചിലും നമ്മുടെ വിഷമങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, അത് മറ്റുള്ള ആളുകളെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടില്ലെങ്കിൽ ഇതാരും അറിയില്ല. നമ്മളെ ആളുകൾ ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് പോരാടുകയാണ്. അവിടെ എത്ര ദിവസമായെന്നറിയോ, ചില ദിവസങ്ങളൊക്കെ രാത്രി മാത്രമേ, ആദ്യത്തെ സമയങ്ങളിലൊക്കെ 2-3 ദിവസം രാത്രി മാത്രമേ ഇരുന്നൊരു ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞ് റെസ്ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കഴിക്കുക. ഇപ്പം നമ്മുടെ ആളുകൾ പലരും അവിടെ എത്തി. ഇന്ന് ഇപ്പോൾ വിളിച്ചാൽ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പം അന്ന് മുതൽ അവരും സ്ട്രഗിൾ ചെയ്യണം. അവർക്കുള്ള കരുത്ത് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതാണ്. അല്ലാതെ ഇങ്ങനൊരു സംഭവം, ഇത്രയും വലിയൊരു സംഭവമൊക്കെ നടന്നിട്ട് ആരും അധികൃതർ അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊക്കെ എല്ലാം സിസ്റ്റം ഓക്കെ ആയിട്ടുണ്ട്, നമ്മൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പം നമ്മളെ കാര്യം ആരോടത്തും നമ്മൾ പറയാതിരുന്നാൽ അത് അങ്ങനെ തന്നെ മൂടി വെക്കപ്പെടുകയുള്ളൂ. നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തതുകൊണ്ടും ഇത്രയും ആളുകൾ, അതായത് എന്താണെങ്കിലും എന്തൊരു സംഭവത്തിനും കുറേ പേര് നെഗറ്റീവ് പറയാനും കുറേ പേര് പോസിറ്റീവ് പറയാനും, നമ്മൾ ആ പോസിറ്റീവ് പറയുന്ന കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ. പിന്നെ അമ്മയൊക്കെ അന്നൊരു മീഡിയൻ്റെ ഇതിൽ അതായത് അതുവരെ അമ്മ പിടിച്ചു നിന്ന് ഇന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൈവിട്ടപ്പോൾ അമ്മ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അമ്മ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്, അല്ലാതെ അത് ക്രോസ് ചെയ്ത് അതിൽ വ്ളോഗ് ഉണ്ടാക്കുന്ന ഒരുപാട് വ്ളോഗ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ അയച്ചിരുന്നുണ്ട് ഇത്. അപ്പോൾ അതിലൊന്നും അത് അവരുടെ ഒരു വരാൻ വേണ്ടി പറയല്ല, അവർക്കൊക്കെ ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ചില അമ്മമാർ ചിലപ്പം കിടന്നു വരും, പലരും പല രീതിയിലാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആവണം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. മാനസികാവസ്ഥ ഒരേ മാതിരി ആവില്ല. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ മിലിറ്ററിയാണ്, അമ്മയുടെ അടുത്തിരുന്നത് അമ്മയുടെ സഹോദരിയാണ്. ആ സഹോദരിയുടെ മകൻ സൈന്യത്തിലാണ്. അപ്പോൾ ഞങ്ങളൊരു ഫോഴ്സുള്ള ഫാമിലിയിലാണ്. നമുക്ക് ഇന്ത്യൻ ആർമിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. നമ്മൾ ഇന്ത്യൻ ആർമീനെ അത്രയും ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അത് അമ്മയ്ക്ക് ന്യൂസ് കാണുന്നൊന്നുമില്ല. അമ്മ കിട്ടിയൊരു ഇതിൽ അമ്മ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ് ഒരു അമ്മയുടെ വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളെ പറ്റിയിട്ട് നമുക്കൊന്നും ഇപ്പോൾ പറയാനില്ല. പിന്നെ നമ്മൾ അപ്പം അമ്മ പറഞ്ഞ സമയത്ത്
ആൻറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളുടെ പിതാവ് ഒരു മിലിറ്ററിക്കാരനാണ്. അത് പറഞ്ഞ് പിന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. ആ ഒരു രീതിയിൽ ഇപ്പോൾ ആൻറ്റീനെ അടക്കം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം. അതൊക്കെ ഓരോന്ന് കിട്ടാനായിട്ട്. അതെ അതെ അതെ. അല്ല, ഇതൊക്കെ 1-2 ദിവസം അത് അത്രയേ ഉള്ളൂ. നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത്, മാനസിക സപ്പോർട്ട് എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പേര് ഒരുപാട് പേര് എവിടെ നിന്നൊക്കെയോ ഉള്ള ആളുകൾ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് അല്ലാതെയും ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. കുറേ പേര് ഫോണിൽ വിളിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത്രയും, അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അവിടെ ആ റിസൾട്ട് അപ്പം നമുക്കറിയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് ഇത്രയും ദിവസമായിട്ടേ നമുക്കൊരു ഉത്തരം കിട്ടാത്ത, എനിക്ക് അച്ഛനൊന്നും ഫേസ് ചെയ്യാൻ വയ്യ. അച്ഛനൊക്കെ തകർന്ന്, അച്ഛൻ്റെ പ്രതീക്ഷ അവൻ വരും, തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ. അപ്പം പോയിട്ട് ആരും മുന്നിൽ കിടന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ആ പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ട്. സത്യം പറയാലോ, ഒരിക്കലും അവനെന്തേ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു ധൈര്യമായിരിക്കും കരയാൻ, അതായത് ആ ഒരു ധൈര്യത്തിലാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്.